ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ അംബുജനിലയ ഗോവിന്ദ ശംഭരനിരയ ഗോവിന്ദ ഗോവിന്ദ ഹര ഗോവിന്ദ ഗോവിന്ദ ഹര ഗോവിന്ദ. അങ്ങനെ പാണ്ഡവന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. ഇനി ദ്വൈതവനത്തിൽ നിന്ന് മാറി കാമ്യകവനത്തിലേക്ക് പോവാം. കാമ്യകവനത്തിലെത്തി എല്ലാവരും പർണശാലയൊക്കെ കെട്ടി അവിടെ താമസമായി. ഈ സമയത്ത് ഒരു ദിവസം വ്യാസാചാര്യൻ വരികയുണ്ടായി. ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരനോട് പറയാണ്, യുധിഷ്ഠിര, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അസുലഭ സന്ദർഭമാണ്. ഈ സന്ദർഭം കൊണ്ട് നിങ്ങൾക്ക് ധാരാളം പുണ്യം സമ്പാദിക്കാൻ പറ്റും. മനുഷ്യൻ്റെ എല്ലാ ഉയർച്ചയും തപസ്സിൽ കൂടി സാധിക്കാൻ പറ്റും എന്ന് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം, എല്ലാവരും കേൾക്കൂ. അന്നദാനം കൊണ്ട് നശിക്കാത്ത പാപമൊന്നുമില്ല. എന്നാൽ വെറുതെ അന്നം അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. വിശക്കുന്നവർക്ക് വേണം കൊടുക്കാൻ. കാലവും പാത്രവും നോക്കി വേണം അന്നദാനം നടത്താൻ. അന്നദാനം വിശേഷമാണ്, പക്ഷേ കാലവും പാത്രവും നോക്കി വേണം അത് കൊടുക്കാൻ. കിട്ടുന്ന ആൾക്ക് വലിയ തൃപ്തി ഉണ്ടാവണം. പണ്ട് മുൽഗലൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ, ഈ ബ്രാഹ്മണൻ താമസിച്ചിരുന്നത് കുരുക്ഷേത്രത്തിലാണ്. ഉച്ചവൃത്തി കൊണ്ടാണ് ജീവിതം നടത്തിയിരുന്നത്. ഭാര്യ മക്കളൊക്കെ ഉണ്ട്. കൃഷിസ്ഥലങ്ങളിൽ വീണ് കിടക്കണ ധാന്യങ്ങൾ പറക്കിയാണ് ജീവിതം. ഭഗവത് സേവ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വ്രതം. അതിഥി സൽക്കാരത്തിനാണെങ്കിലോ വലിയ പ്രിയമാണ്. വാവ് തോറും ആ ദിവസം ആരെങ്കിലും അതിഥിയായിട്ട് എത്തുകയും ചെയ്യും. ഈ പിറക്കി കിട്ടുന്ന ധാന്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹം അതിഥികൾക്ക് തൃപ്തിയായിട്ട് ഭക്ഷണം കൊടുക്കും. ഈ ത്യാഗമഹിമയെ ദേവന്മാരൊക്കെ വല്ലാണ്ട് പുകഴ്ത്തുണ്ടായി. ഈ മുൽഗലൻ പരമാവധി 15 ദിവസം പെറുക്കിയാൽ കിട്ടുന്നത് ഓരോ ഇടങ്ങഴി നെല്ലാണ്. ഈ ഓരോ ഇടങ്ങഴി നെല്ലുകൊണ്ട് അയാൾ അതിഥി സൽക്കാരവും നടത്തുന്നുണ്ട്, അവനവൻ്റെ കുടുംബത്തിനും കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും തൃപ്തിയാക്കി അയക്കണം. ഈ വാർത്ത പരന്നു. ദുർവാസാവ് മഹർഷിയും കേട്ടു. ദുർവാസാവ് ഒരു ദിവസം മുൽഗലൻ്റെ വീട്ടിൽ വന്നു. മുൽഗലൻ മഹർഷിയെ സൽക്കരിച്ചിരുത്തി ഉപചരിച്ചു, ഭക്ഷണം കൊടുത്തു. കുറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ ദുർവാസാവിന് മതിയായി. അദ്ദേഹം അനുഗ്രഹിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. വന്നാൽ ഭക്ഷണം കഴിക്കുക, തൃപ്തിയായി മടങ്ങിപ്പോവുക. ഇതെന്താ കാരണമെന്ന് കണ്ടുപിടിക്കാനാണ് ദുർവാസാവ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നിരുന്നത്. അപ്പോൾ ദുർവാസാവിന് ഒന്ന് മനസ്സിലായി. മുൽഗലൻ കൊടുക്കുന്ന അന്നം ആരുടെ വയറ്റിലെത്തിയാലും നിമിഷം കൊണ്ട് അയാൾ തൃപ്തനാവണമെന്ന്. ഒരു ദിവസം ദുർവാസാവ് എന്ത് ചെയ്തു? ഒരു ഭ്രാന്തൻ്റെ വേഷത്തിൽ, തുണിയൊന്നുമില്ല, തലയിലൊരു കെട്ട്, കയ്യിലൊരു വട്ടി, ഇതായിട്ടാണ് മുൽഗലൻ്റെ മുമ്പിലെത്തണത്. മുൽഗലൻ യാതൊരു വ്യത്യാസവും കാണിച്ചില്ല. ആ ഭ്രാന്തനെയും എങ്ങനെ ദുർവാസാവിനെ സൽക്കരിച്ചുവോ, എങ്ങനെ തൻ്റെ അതിഥികളെ സൽക്കരിക്കുന്നുവോ, അതേമാതിരി തന്നെ ആ ഭ്രാന്തനെയും സൽക്കരിച്ചു. അയാൾക്കും അന്നം കൊടുത്തു. അയാളത് കുറച്ച് തിന്നുക, പിന്നെ മേത്തൊക്കെ വെച്ച് തേക്കുക, എന്നിട്ട് ഓരോ ഗോഷ്ഠികളൊക്കെ കാണിക്കുക. മുൽഗലൻ തൊഴുകൈയോടുകൂടി നിന്നു. തൻ്റെ അതിഥിയെ ദൈവമായിട്ട് തന്നെയാണ് അദ്ദേഹം കണ്ടത്. ഇത് കണ്ടപ്പോൾ ദുർവാസാവിന് മനസ്സ് നിറഞ്ഞു. ഇയാൾ ശരിയായ ഭക്തൻ തന്നെയാണ്. ഇയാൾ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്നദാനമൊക്കെ നടത്തുന്നത്. ഉടനെ ദുർവാസാവ് തൻ്റെ ഈ ഭ്രാന്തൻ വേഷം മാറ്റിയിട്ട് ശരിയായ ദുർവാസാവായിട്ട് അയാൾക്ക് ദർശനം കൊടുത്തു. എന്നിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. താൻ സ്വർഗത്തിലേക്ക് പോവാൻ പ്രാപ്തനായിത്തീരട്ടെ. ദുർവാസാവ് പോവുകയും ചെയ്തു.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദേവദൂതന്മാർ സ്വർണരഥത്തിൽ മുൽഗലനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്തി. അപ്പം മുൽഗലനൊരു സംശയം, ഞാൻ അവിടെ പോയി എന്തെങ്കിലും വേണ്ടാധീനങ്ങൾ കാണിച്ച് ദേവന്മാരുടെ കയ്യിൽ നിന്ന് ശാപം മേടിക്കേണ്ടി വന്നാലോ? ഇവിടെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സംതൃപ്തമായ ജീവിതം. എന്തിനാ നമ്മൾ അതിമോഹം കാണിച്ച് സ്വർഗത്തിലേക്കൊക്കെ പോണത്? അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, നിങ്ങൾ രഥമൊക്കെ കൊണ്ടുവന്നത് നന്ന്, പക്ഷേ ഈ സ്വർഗത്തിലെ സ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞില്ലല്ലോ, അതൊന്ന് കേൾക്കട്ടെ. അപ്പോൾ അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന സൗകര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറഞ്ഞു. അപ്പം മുൽഗലൻ പറയാണ്, നിങ്ങൾ അവിടുത്തെ സുഖ സൗകര്യങ്ങളെയൊക്കെ പറ്റി പറഞ്ഞു. എല്ലാ സ്ഥലത്തിനും എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട്, നല്ലതും ചീത്തയും. നിങ്ങളിതിൽ ചീത്ത ഭാഗം എന്താന്ന് പറയണ്ടായില്ലല്ലോ, നല്ലത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പം അവർ പറഞ്ഞു, അതിൽ ചീത്തയൊന്നുമില്ല. നിങ്ങളവിടെ ചെന്ന് നിങ്ങൾ ചെയ്ത പുണ്യം കഴിയുമ്പോൾ തിരിച്ച് നരകത്തിലേക്ക് പോണ്ടി വരും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ അവിടെയുള്ളൂ. ബാക്കിയൊക്കെ വളരെ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ മുൽഗലൻ പറഞ്ഞു, ഞാൻ ചെയ്ത പുണ്യങ്ങൾ തീരുമ്പോൾ ഞാൻ നരകത്തിലെത്തുന്നതിനേക്കാൾ ഭേദം ഞാനിവിടെ ഇനി ഇരിക്കുക. എനിക്ക് ബ്രഹ്മത്തിൽ ലയിക്കാനുള്ള അവസ്ഥ വരുമ്പോൾ മാത്രമേ ഞാൻ പോണുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ താഴോട്ട് വരേണ്ട ആവശ്യം വരില്ല, എനിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. പരിപൂർണ സന്തോഷമുള്ള സ്ഥലമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ ലയിക്കാനാണ് ഞാൻ ഈ പാടുപെടുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ സ്വർഗത്തിലേക്കില്ല, തിരിച്ചു പൊക്കോളോ. അപ്പോൾ ദേവദൂതന്മാർ പറഞ്ഞു, സാധാരണ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രഥം കൊണ്ട് നിർത്തുമ്പോൾ എല്ലാവരും ഓടിക്കേറുക പതിവ്. നിങ്ങളിത് വേണ്ട എന്ന് പറയണത് കഷ്ടമാണ്, ഒന്നും കൂടി ആലോചിച്ചോളോ എന്ന്. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. കുറച്ച് നേരം സുഖം കിട്ടിയിട്ട് പിന്നീട് ദുഃഖത്തിലേക്ക് പോകുന്നേക്കാൾ നല്ലത് സുഖദുഃഖ സമ്മിശ്രമായ ഇവിടെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു കൂടണതാണ് നല്ലത്. എൻ്റെ ഉന്നം ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതാണ്. അവിടെ സുഖവുമില്ല ദുഃഖവുമില്ല, നിങ്ങൾ പൊക്കോളോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് വ്യാസഭഗവാൻ പറയാണ്, യുധിഷ്ഠിര, നിങ്ങൾക്ക് ഈ സുഖദുഃഖങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് നന്നായി. അതുകൊണ്ട് ദേവകൃപയേ ഉണ്ടാവുള്ളൂ, ഒട്ടും വിഷമിക്കണ്ട. ഇനി ഒരു 2 കൊല്ലം കൂടിയല്ലേ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വ്യാസഭഗവാൻ അവരെ വിട്ടുപോയി. ഭഗവാനെ, വിശന്ന് വരുന്ന എല്ലാ അതിഥികൾക്കും അന്നം നൽകി സന്തോഷിപ്പിക്കാനുള്ള കഴിവ് അങ്ങ് ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.